എൻ്റെ ഫ്രണ്ട് സോജി ജാക്കബിൻ്റെ ആ സ്ഥലം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൾറെഡി മനസ്സിലുള്ള രൂപതാണ്. ഒരു മലയുടെ താഴ്വാരാണ് സ്ഥലം, തണുപ്പൊക്കെ പ്രദേശമുള്ള സ്ഥലമാണ്. ഒരു ഗ്രാമീണ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഏരിയ മല ഏരിയയാണ്. കുറച്ച് നമ്മൾ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം മുകളിലേക്ക് പോകണം. അവിടെ കൃത്രിമമായ കുളങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ നമുക്ക് ആൾറെഡി 2-3 കുളങ്ങൾ ഉണ്ട് അവിടെ. അപ്പോൾ ചില കുളങ്ങളിൽ മീൻ വളർത്തി, ചിലയിൽ ആമ്പലും മറ്റ് താമരകളൊക്കെ വെച്ചുപിടിപ്പിക്കുക. അതുപോലെ മീനുകൾ വളർത്തുക. അതുപോലെ ആ സ്ഥലങ്ങളിൽ ഒരു സെക്ഷനായിട്ട് പറഞ്ഞാൽ ഈ കുളത്തിൽ മീൻ വളർത്തുന്ന അവിടെ നമ്മൾ മീൻപിടുത്ത മത്സരം, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് ഒരു സമ്മാനം. ആ മീൻ പിടിക്കുന്നതിൻ്റെ മീനിൻ്റെ വില അവർ തരണം. അതിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ മനസ്സിലുള്ള സാറ് പറഞ്ഞ മാതിരിയുള്ള ഒരു ആശയം വെച്ചതാണ്. അവിടെ തന്നെ അത് പറ്റുകയാണെങ്കിൽ അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം. 10 ഏക്കർ 35 ഏക്കറുണ്ട്. പക്ഷെ 10 ഏക്കറിലാണ് നമ്മൾ ഒരു ആലോചന പ്ലാൻ ചെയ്യുന്നത്. ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും ചുറ്റുവട്ടം നബറുകളുണ്ട്. എല്ലാ തരം ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. അതുപോലെ റോസ് ഗാർഡൻ, റോസിന്റെ ഗാർഡൻ, മുല്ലപ്പൂവ്, ഡാലിയ, റോസ് ഗാർഡനുള്ള പുള്ളിയുടെ ആൾറെഡി ഓർഗാനിക് ആണ്. റോസ് ബോഗൻവില്ലയിൽ ആൾറെഡി അദ്ദേഹത്തിന്റെ വൈഫ് ഏറ്റവും കൂടുതൽ ബ്രാഹ്മണിയുടെ ഒരു 1500 രൂപ വരെ ബോഗൻവില്ല വിൽക്കുന്ന ഒരു ലേഡിയാണ് വൈഫ്. 6-7 ആ രൂപത്തിലാണ് ബോഗൻവില്ല. കേൾക്കുന്നില്ല? അവിടെ കേൾക്കുന്നില്ല? ആ രൂപത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ റോസ്, ഇപ്പൊ നമ്മള് എല്ലാവരും റോസാപ്പൂവ് ചൂടാനും മറ്റുള്ളതിന് മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ റോസ് നമുക്ക് പല ഗുണങ്ങളും ചെയ്യാം. ഇന്ന് വിദേശത്തേക്ക് കയറി പോകുന്ന എതളുകൾ നമ്മൾ ഡ്രൈ ആക്കി നമുക്ക് എതളുകൾ വിൽക്കാം. അതേപോലെ നമുക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. നമ്മുടെ ആ സ്ഥലത്ത് തന്നെ ആ റോസ് ഉണ്ട്. അതാണ് പാലക്കാട് നിന്നൊരു വലിയ ഫേമസ് ആയ, എൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, ഫേമസ് ആയ ഒരു ഫാമുണ്ട്. അവിടെ നിങ്ങൾ കാട് പിടിച്ച്, അതായത് വളർച്ച വരണ്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം നാളെ കയറി ചെല്ലാൻ തന്നെ നല്ല പ്രശ്നങ്ങൾ, നമുക്കും കയറി ചെല്ലാൻ കഴിയില്ല. അവിടെയൊക്കെ ചെയ്യുന്നത് അവരൊക്കെ ഇമ്പോർട്ട് ചെയ്യുക. അത് അപ്പോൾ അങ്ങനത്തെ ഒരു ഗാർഡൻ ഏരിയ ക്രമീകരിക്കുക. ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ബ്രീഫാക്കി അങ്ങനല്ല, അങ്ങനെ ബ്രീഫ് 5 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് പ്രശ്നം ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരുപാട് പോയി കഴിഞ്ഞാൽ പ്രശ്നം. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തോളൂ. കാരണം റോസിന് വില കൂടുതലാണ്. റോസ് കൂടുതൽ ചെയ്യാം, പല വെറൈറ്റി ചെയ്യാം. അതിൽ ഏറ്റവും നല്ല റോസ, നമ്മൾ സാധാരണ റെഡ് റോസിനാണ് ഏറ്റവും വില കൂടുതൽ അത് ചെയ്യാം. അതുപോലെ ആയുർവേദ ചെടികൾ, ഇപ്പോൾ സാറ് പറഞ്ഞ ടീമിൽ നിന്ന് കിട്ടിയതാണ്. ആയുർവേദ ചെടികൾ നമുക്ക് എല്ലാതരം ആയുർവേദ ചെടികളും വെക്കുകയാണെങ്കിൽ അവിടെ വിൽപ്പന നടത്താം. കാരണം ബെഡിങ്ങും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ചെറിയ തൈയിൽ 10 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. നമ്മളിതിൻ്റെ ഗുണങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞു വെക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു 5 തൈകൾ, ഇപ്പോൾ സാറ് ഇവിടുന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊന്ന് 5 ഉൾപ്പെടെ തൈ വരുന്നുള്ളൂ. അത് പ്രശ്നം ചെയ്തിട്ടുണ്ട്. അതിനുദാഹരണം പറയാം. അപ്പം നമുക്ക് ഈ ആയുർവേദം നമ്മളെന്തായാലും പോയി കണ്ടപ്പോൾ തോന്നിയില്ലേ, നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരികയാണ്. ഈ ഗൈഡാണ് പറഞ്ഞിരുന്നത് നമ്മളെവിടെയാണ്. കാരണം അവരെ ഡെവലപ്പ് ചെയ്തു. ഒരു 2022 ഞാൻ ആ ഫാമിൽ, എൻ്റെ കൂട്ടുകാരൻ്റെ ഫാം കൂടിയാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇത്ര അധികം ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഓരോ ആളുകൾക്ക് ഓരോ ആൾക്കാരുണ്ട്. അപ്പം എന്താ നമുക്ക് ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വരെ അവർ ഇത് ചെയ്യാണ്. ഇപ്പം നെയ്യിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാക്കറ്റ് നെയ്യ് തന്നെ മേടടക്കം അവിടെ നിന്ന് നെയ്യ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ക്വാളിറ്റി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അതുപോലെ നക്ഷത്രമാനം, നമ്മൾ ആ നക്ഷത്രമാനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൈകളും ഓരോ നക്ഷത്രക്കാരും ഓരോ തൈ വാങ്ങിയാൽ നമുക്ക് ഒരു 25 രൂപയ്ക്ക് കൂടെ തൈയിൽ വെക്കാം. ഇപ്പം ചട്ടിയിൽ വെക്കണമെങ്കിൽ ഒരു 50 രൂപയ്ക്ക് വെക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നക്ഷത്രമാനം അപ്പോൾ ഇതിനൊക്കെ എക്സ്പെൻസീവ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് ആലോചിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ഗുണം, കാരണം ഈ എന്താ പറയുക, ആളുകൾക്കൊക്കെ ഹിന്ദുസ് ആണെങ്കിൽ ഹിന്ദുക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും. ഇവിടെ നക്ഷത്രത്തിന് ഈ സാധനം നല്ലതാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ്, ഇത് പറഞ്ഞാൽ അവൻ എന്തായാലും ഒരു തയ്യൽ വാങ്ങിക്കൊണ്ടുപോകും. അപ്പം അങ്ങനെയുള്ള ഒരു കാരണം എല്ലാ കച്ചവടത്തിനും ഒരു മറയുണ്ട്. ആ മറ നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ കുറച്ച് വാഴകൾ, പലതരം വാഴകൾ വെക്കാം. അതിലേറ്റവും കൂടുതൽ കിട്ടാവുന്ന വാഴകൾ വിൽപ്പനയ്ക്ക് വെച്ച് വന്ന വാഴകളും വെക്കാം. ബാക്കി എല്ലാതരം വാഴകളും സാറ് പ്രസന്റ് ചെയ്ത മാതിരി നമുക്ക് കണ്ണാറയല്ലേ, കണ്ണാറയിൽ പോയാൽ തന്നെ വാഴത്തൈകൾ പലതും കിട്ടും. ഞങ്ങളുടെ അത്യാവശ്യം ചെറിയ വാഴത്തൈകളൊക്കെ വെക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ പോയാലും കിട്ടും. അപ്പോൾ വെറൈറ്റി വാഴകൾ വരികയാണെങ്കിൽ തന്നെ ആളുകൾക്ക് കാണാനും ഇതിൻ്റെയൊക്കെ തൈകൾ പൊരിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അതിൻ്റെ നീര് കൊണ്ടൊന്നും ഉണ്ടാക്കാം. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വാഴ വെട്ടണ സമയത്ത് അതിൻ്റെ പിണ്ടിയിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് വേണമെങ്കിൽ നമുക്ക് ഒരു 5 രൂപ അല്ലെങ്കിൽ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സ്ക്വാഷ് വാങ്ങിക്കും. അപ്പം അങ്ങനെ വാഴകളിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്ത് തേന് ഇതേമാതിരി നമുക്ക് സിമ്പിളാണ്. നമ്മുടെ അടുത്തുള്ള തേനിൻ്റെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ, തേന് നമ്മൾ പല ആൾക്കാർക്ക് അറിയുന്ന വിചാരിക്കണം, ഒരു ചെടിയിൽ നിന്ന് മാത്രമേ ആ തേനീച്ച എടുത്തുള്ളൂ ഒരു സമയത്ത്. അപ്പോൾ ആ തേനീച്ച ഏത് സീസണാണോ വരുമ്പോൾ ജാതിയുടെ ടൈമാണെങ്കിൽ ജാതിയുടെ ആയിരിക്കും അധികം ആ കൂട്ടത്തിൽ തേനി ഉണ്ടാവുക. അപ്പോൾ റാണി ഏതാണോ തീരുമാനിക്കുന്നത് ആ തേനായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം നമുക്ക് കൃത്യമായി നോക്കാൻ കഴിയുകയാണെങ്കിൽ ഓരോ ടേസ്റ്റിലും നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും. അതിനനുസരിച്ച് നിലവാരം തേനിൽ ഉൾപ്പെടുത്താൻ കഴിയും. അതുപോലെ തേനിൻ്റെ അട വിൽക്കാൻ പറ്റും ആളുകൾക്ക്. അതുപോലെ ഈ തേൻ എങ്ങനെ വളർത്താം ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ പുതിയ തേനീച്ചകളൊന്നും കിട്ടാറില്ല, കയ്യൊന്നും കിട്ടുന്നത് വലിയ പ്രശ്നമില്ലാത്ത ഞാൻ പറഞ്ഞ പുതിയ തരം. ഞാൻ വലിയ എന്താ വലിയ അപ്പൊ ഇതെന്താ ഞാൻ പറയണത്, ഞാൻ ഇപ്പൊ വീട്ടിൽ 10 എണ്ണം വെച്ചിട്ടുള്ളൂ. എനിക്ക് തേനീച്ച കുത്തുമണം ഒഴിവാക്കി പുള്ളി കാണിച്ചൊന്നും ഞാൻ തുറന്നു നോക്കി 3 ദിവസമായിട്ടേ വെച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. തേനീച്ച കുത്തണ തേനീച്ചുണ്ട്, പക്ഷെ കുത്തിയത് നമുക്ക് എടുത്ത് കളയാം. മറ്റൊരാളല്ല, കടഞ്ഞ് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒഴിവാക്കിയ സാധനമാണ്. പക്ഷെ ഇപ്പൊ 10 കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നാടൻ കളികൾ. നമ്മുടെ നാടൻ കളി എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ നമ്മുടെ ചെറിയ പന്തല്ല, ഓലപ്പന്ത്, ഇങ്ങനത്തെ നാടൻ കളിയുണ്ട്. അതുപോലെ ഇത് ചെയ്ത് നമ്മുടെ ഓലയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് പഠിപ്പിക്കലും പമ്പരം കുത്തല്, അതുപോലെ നമ്മൾ ഈ ചതുരം കെട്ടിയിട്ട് ലേഡീസ് കളിച്ചിരുന്ന പണ്ട് കക്ക് കളിക്കുക. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ, നമ്മൾ നാടനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തമാശ തോന്നാം. പക്ഷെ ഈ നമുക്ക് ആലോചിക്കണമെന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇതിനൊക്കെ. കാരണം എന്താ പറയുക, നമ്മുടെ അണ്ണന്മാരെന്ന് പറയുന്ന ആളുകളെ മോശമായിട്ടാണ് പറയുക അണ്ണാച്ചികളെന്ന്. പക്ഷെ ഏറ്റവും വലിയ കഴിവുള്ള ആളുകളാണ് അവർ ടൈം പാസ് വരുന്നതിലാണ് കേരളത്തിൽ വന്ന വിനോദത്തിനാണ്. നമ്മളങ്ങനെയല്ല, നമ്മൾ ഈറ്റിങ്ങിന് മാത്രമേ പോകാം. എവിടെ ഫുഡ് ഉണ്ടോ അവിടെ പോയിട്ട് ഭക്ഷണം മാക്സിമം കഴിക്കും, എന്നിട്ട് നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകും. ഞാൻ പറയുന്നത് തമാശ രൂപത്തിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പെരുന്തൽമണ്ണ നോക്കുക, ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ തീറ്റമുക്കാണ്. പാലക്കാട് നോക്കിയാൽ ഏറ്റവും തീറ്റമുക്കാണ്. ഞങ്ങളുടെ മണ്ണാർക്കാട് വന്നു കഴിഞ്ഞാൽ അവിടെ MBS കോളേജിലാണ് തീറ്റമുക്കാണ്. തീറ്റമുക്ക് എന്ന് പറയുന്നത് എന്ത് ഐറ്റമുണ്ടോ നമ്മൾ തിന്നണം. അപ്പം ആളുകൾക്ക് ആവശ്യമുണ്ട്, നല്ല ഭക്ഷണം കിട്ടണം, നല്ല പഴയ കാലത്തെ ഭക്ഷണം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള ആളുകളല്ല. ഇപ്പം IT മേഖലക്കാർ വരികയാണെങ്കിൽ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പം അട്ടപ്പാടി മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ IT യിൽ ആളുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്ന് തങ്ങുന്നത്. ശനി ഞായർ അവർക്ക് ഏകദേശം ഒരു ദിവസം 2000 രൂപ 3000 രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാണ്. അല്ലാത്ത ദിവസം 300 രൂപയ്ക്ക് അറിവ് കിട്ടും. അതേപോലെ പഴയ ആ രൂപത്തിലേക്ക് നമ്മൾ ആ കുട്ടികളെയൊക്കെ സാധനം പഠിപ്പിച്ചു കൊടുക്കാനും, അതുപോലെ വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഒരു ഉന്മേഷം കിട്ടാനും അവരുടെ കുറെ കളികളുണ്ട്. വയസ്സായ ആളുകളുടെ അവർക്ക് ആ കളികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഏജ് കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ പറയും ഞങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. അപ്പം 3 തരം ആളുകളാണ് നമുക്കുള്ളത്. ആ 3 തരം ആളുകളെയും ആ വിനോദസഞ്ചാരത്തിൽ കൂടെ നമുക്ക് കഴിയണം. പിന്നെ കൃത്രിമ മഴ സാറ് പറഞ്ഞപ്പോൾ എന്നൊരു തെയ്യം തോന്നിയതാണ്. കൃത്രിമമായ മഴ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ പല വീടുകളിലും മോഡിൽ പക്കോട് അധികം മുസ്ലിങ്ങളുടെ വീട്ടിലാണ് ഫുൾ കവർ ചെയ്തിട്ട് മഴ പെയ്യിക്കുന്ന കുറേ വീടുകളുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ അതേപോലുള്ള സാധനം അത് കളർഫുൾ ആക്കാനൊക്കെ കഴിയുകയാണെങ്കിൽ ചെറിയ ഇപ്പൊ ഏറ്റവും യൂട്യൂബിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ സംഭവം കൊണ്ട് നമുക്ക് കളർഫുൾ ഒക്കെ ആക്കാൻ കഴിയും. ഡാൻസ് ചെയ്യുക, പാട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അതുപോലെ ഓർഗാനിക് ഫുഡ്, നമ്മൾ ഓർഗാനിക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ കഞ്ഞി, കപ്പ, മീൻകറി, ഇപ്പോൾ നമ്മുടെ മീൻ തന്നെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് പശുക്കളെ ഏറ്റവും വില കൂടിയ പശുക്കളുണ്ട്, ചെറിയ പശുക്കളുണ്ട്. ഇപ്പോൾ പശുക്കളുടെ എണ്ണം കൂടുതൽ വേണമെന്നില്ല, പക്ഷെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന പാലുകൾ ഇപ്പോൾ ജേഴ്സി പശുവിനെക്കാട്ടും നല്ലതായിട്ട് തോന്നുന്നത് നമ്മുടെ നാടൻ പശു, കൊള്ളൻ പശു, പിന്നെ നമ്മൾ വെച്ചൂർ പശുവിൻ്റെ നെയ്യിന് നല്ല ഡിമാൻഡാണ്. അതൊക്കെ നമുക്ക് അവിടെ തന്നെ വിൽപ്പന നടത്താം. അപ്പം ഇന്നലെ നമ്മൾ പോയപ്പോൾ തന്നെ നിങ്ങൾക്ക് നെയ്യിൻ്റെ അറിയാം. അതുപോലെ പാല് ബാലൻസ് ഉണ്ടെങ്കിൽ പാലിന് കട്ട നമുക്ക് വിൽപ്പന നടത്താം. പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കുറേ ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു മോര്, എല്ലായിടത്തും മോരാണ്. നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയത് മോരാണ്. ചായ കിട്ടിയില്ല.
എന്നിട്ട് മോര് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തണുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും. അതിലെ പൂവ പായസം, അതുപോലെ എല്ലാ അരികളും മറ്റുള്ള സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു തരം കഞ്ഞിയുണ്ട്, നമ്മുടെ പഴയ കാലത്തുള്ള രൂപത്തിലെ കഞ്ഞികൾ. അങ്ങനത്തെ ആ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കൂളായി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാറ് രണ്ടാമത്തെ പറഞ്ഞ ഒരു പോയിന്റ് കിട്ടിയൊരു പോയിന്റാണ്, നമുക്ക് ഈ പഴയ മൺപാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊക്കെ രസമാണ്. ഒന്ന് പോയി അവിടെ ഇരുന്ന് എന്ത് ചെയ്യുക, ആ കയ്യിലൊക്കെ ചെടിയാക്കി നമ്മൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പുറത്ത് നമുക്ക് ചെയ്യാനുള്ള ചിലപ്പോൾ സ്റ്റാറ്റസിൻ്റെ ഒക്കെ എല്ലാവരും ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് അത് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കൂടുതൽ കഴിയും. അതുപോലെ പിന്നെ ഒന്ന് മൃഗപരിപാലനം, അതിൽ സാറ് പറഞ്ഞ പോലെ ഡോഗ് വാക്കിംഗ് നമ്മളിന്നലെ കണ്ടു. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ 2-3 ആൾക്കാർ ഡോഗിനെ പിടിച്ച് പോകുന്ന കണ്ടിരുന്നു. അതിലെ പൂച്ച, മുയൽ, അങ്ങനെ നമുക്ക് കൂടുതൽ വിൽപ്പനയ്ക്കല്ല, വേണമെങ്കിൽ കുട്ടികളെ വിൽക്കാം, അങ്ങനെ അത് ചെയ്യാം. പിന്നെ എമു, കോഴി, താറാവ്, ലവ് ബേഡ്സ് ഇതൊക്കെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ചെയ്യാവുന്ന വലിയ വില കൂടിയ സാധനങ്ങളൊന്നല്ല. അങ്ങനെയെല്ലാം കൂടി നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ ഈ 3 തരം ആളുകളെയും ഇപ്പം തയ്യാറാക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഒന്ന് 3D ആർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ കലാരൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കഥകളി അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പുതിയ ടെക്നോളജിയിൽ വേണമെങ്കിൽ 3D വേഷം കൊടുക്കാം. ഒരു ചെറിയ ഹാളുണ്ടെങ്കിൽ എങ്ങനെയാണ് കഥകളിയുടെ പദങ്ങൾ, എങ്ങനെയാണ് താല്പര്യമുള്ള ആൾക്കാർ ഓട്ടംതുള്ള അങ്ങനെ ഏതൊക്കെ നമ്മുടെ പഴയ കളികളുണ്ട്. കാരണം മാർഗം കളിയൊക്കെ വീണ്ടും തിരിച്ചു വന്നിട്ടിരിക്കുക. മാർഗം കളി, അതുപോലെ ഒപ്പന. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ മാത്രമാണെങ്കിൽ ഇപ്പോൾ ഒപ്പനയൊക്കെ പല വേദികളിലും ഒപ്പന വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനും പഴയ കുറേ ആവിഷ്കരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്താം. ഏത് 3D വിഷനാണ് ഉദ്ദേശിച്ചത്, നാച്ചുറലല്ല. പിന്നെ വളത്തോട്ടവും നമ്മുടെ ഈ തോട്ടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അവിടെ ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ള സാധനങ്ങൾ നമ്മൾ ഒരു സ്കാനർ ഉപയോഗിക്കുക. നമ്മൾ ടെക്നോളജി കൂടുതലാണ്, സ്കാനർ ഉപയോഗിക്കുക. അവർക്ക് തന്നെ വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ സാറ് ലാസ്റ്റ് പറഞ്ഞ അതിൽ നിന്ന് ഒന്നിനാണ് കാർഷിക തെറാപ്പി. നമ്മുടെ തോട്ടത്തിൽ കൂടെ വരുമ്പോൾ ഉണ്ടാവുന്നത്, അതുപോലെ ആളുകൾക്ക് ഒരു 10 മിനിറ്റെങ്കിലും ധാന്യത്തിൽ ഇരിക്കാവുന്ന ഒരു മൂടുണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ വരും. കാരണം അപ്പോൾ നിങ്ങൾക്കറിയാം, അട്ടപ്പാടി താഴ്വാരത്ത് ശിവന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം തമിഴ്നാട്ടിൽ മാത്രം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ വരികയാണ്. എയർപോർട്ട് ഡെവലപ്പായി ആ പരിസരം മൊത്തം അവിടെയുള്ള ആളുകൾക്കൊക്കെ ജോലിയാണ്. നമ്മൾ ഒരു ചെറിയത് നമ്മൾ 10 ലക്ഷത്തിൻ്റെ പരിപാടിയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ആളുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ പ്രാദേശികമായ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയും. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരു പഠന അതിനുള്ള സാമ്പത്തികമായ ഇത് ചെയ്യാൻ കഴിയും. ആരോഗ്യവും നമ്മൾ ഉദ്ദേശിക്കുന്നവരെ, ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന കാര്യം ഏറ്റവും നല്ല ആരോഗ്യം നല്ല ഭക്ഷണത്തിൽ കൂടെയാണ്. അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക, ഈ സാധനം ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ കേട്ടാൽ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ നമുക്ക് നല്ലൊരു ക്ലാസ് എടുക്കുന്ന സാറിന് ഞങ്ങളുടെ അവിടെ ചെറിയ പ്രസന്റേഷൻ ഒരു